ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കേസ്മാർട്ട് വഴി ഡെത്ത്, ബർത്ത്, മാരേജ് സർട്ടിഫിക്കറ്റ്സ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ വീഡിയോ കാണുന്നവരാരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇതിൽ നമ്മൾ കേസ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. കേസ്മാർട്ട്. ഓക്കെ, ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യണേ. അപ്പം നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേസ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഫൈൻഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഫൈൻഡ് സർട്ടിഫിക്കറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, കോമൺ മാരേജ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിലിപ്പോൾ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമെങ്കിൽ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ടച്ച് ചെയ്യാം. അപ്പം നമ്മളോട് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്കിപ്പോൾ മദേഴ്സ് നെയിം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഫസ്റ്റ് രണ്ടോ മൂന്നോ ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്കത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ കാണുന്ന സെർച്ച് ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം. അപ്പോൾ ഇതാ നമുക്കിവിടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും. അതിന് സൈഡിലായിട്ടൊരു കണ്ണിൻ്റെ ഐക്കൺ കാണുന്നില്ലേ, അതിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒരു വെരിഫിക്കേഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമേ. ഇതാ മുകളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡൗൺലോഡ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതിൽ ടച്ച് ചെയ്യാം. ഇതാ കണ്ടോ, നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് പ്രിന്റ് എടുക്കണമെങ്കിൽ അവിടെ പ്രിന്റ് ഓപ്ഷൻ കാണുന്നില്ലേ, ഇതുവഴി നമുക്ക് പ്രിന്റും എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി അതുപോലെ തന്നെയാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ്. നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമെങ്കിൽ നമ്മൾ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ ടച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളോട് ഡെത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഡെത്ത് ഡേറ്റ് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ മരിച്ച ആളുടെ പേരും നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു ഫസ്റ്റ് 3-4 ലെറ്റർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം താഴെ കാണുന്ന സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം. ഇതാ അപ്പം നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇനി നമ്മളിവിടെ സൈഡിലായിട്ടൊരു കണ്ണിൻ്റെ ഐക്കൺ കാണുന്നില്ലേ, അവിടെ നമ്മൾ ടച്ച് ചെയ്യാം. അപ്പം നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടോ, ഒരു വെരിഫിക്കേഷൻ ആണ്. നമ്മൾ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം. അപ്പം നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കും. ഇനി ഇതാ ഇവിടെ നമുക്ക് മുകളിൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതാ ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് കേട്ടോ. ഇനി നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഇവിടെ കോമൺ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, അതിൽ നമ്മൾ ടച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മളോട് മാരേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മാരേജ് നടന്ന രജിസ്റ്റർ ചെയ്ത ഗ്രാമപഞ്ചായത്ത് ഏതോ അതിൻ്റെ ഡീറ്റെയിൽസ് വേണം കേട്ടോ കൊടുക്കാനേ. അതുപോലെ തന്നെ മാരേജ് ഡേറ്റ്, പിന്നെ ഹസ്ബൻഡിൻ്റെ നെയിമും വൈഫിൻ്റെ നെയിമും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ശേഷം നമുക്ക് താഴെ കാണുന്ന സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ സൈഡിൽ കാണുന്ന കണ്ണിൻ്റെ ഐക്കണിൽ നമ്മൾ ടച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ടാവും. അത് നമ്മൾ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ മാരേജ് സർട്ടിഫിക്കറ്റ് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതാ നോക്കുവാണെങ്കിൽ മുകളിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.